ബി ദിലീപ് കുമാറുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ്, കഴിഞ്ഞ ദിവസം DGMOമാർ തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് വെടിനിർത്തൽ ധാരണയിലേക്ക് നമ്മൾ എത്തിയത്. അതിനുശേഷം ഇന്നാണ് ഇപ്പോൾ ചർച്ച നടക്കാൻ പോകുന്നത്. പിന്നീടുണ്ടായ സാഹചര്യത്തെക്കുറിച്ചൊക്കെയുള്ള വിശദമായ വിലയിരുത്തലുകൾ ഉണ്ടാകും. പാകിസ്ഥാൻ ധാരണ തെറ്റിച്ചിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ ഈ ചർച്ചയുടെ സവിശേഷത? അനുജ, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ തമ്മിലുള്ള ചർച്ച 12 മണിക്കാണ് തുടങ്ങുന്നത്. ഇതിനുശേഷം ഉച്ചയ്ക്ക് 2:30-ക്ക് മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ഉൾപ്പെടെ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയിരുന്ന സൈനിക മേധാവികൾ അവർ മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. ചർച്ചയുടെ വിശദാംശങ്ങൾ ഒരുപക്ഷെ ഈ മാധ്യമ സമ്മേളനത്തിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുന്നതിനുള്ള സാധ്യതയാണുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നതാണ്, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കും. വെടിനിർത്തലിന് ശേഷവും ചില ഡ്രോൺ ആക്രമണത്തിനുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നടത്തി. അതിന് ഇത്തരം ആക്രമണങ്ങൾ ഇനി ഉണ്ടായാൽ സൈനിക കമാൻഡുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തിരിച്ചടിക്കുന്നതിന് എന്ന കാര്യം ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഉന്നതതല ചർച്ച നടക്കുകയാണ്. 3 സേനാ മേധാവിമാർ, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ ഇപ്പോൾ നടക്കുന്ന ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ അവർ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് ഈ ഫോൺ കോൾ ആദ്യം ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലിനെ തേടി എത്തിയത് എന്ന കാര്യവും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ്. അതിനെ തുടർന്നാണ്, ആ ചർച്ചയെ തുടർന്നാണ് ഇന്ന് അടുത്ത ഘട്ടം ചർച്ച നടത്തുന്നതിന് തീരുമാനിച്ചത്. പക്ഷേ കാതലായ ചില നയതന്ത്ര വിഷയങ്ങളുണ്ട്. ആ നയതന്ത്ര വിഷയങ്ങളിൽ കടന്നുള്ള ചർച്ച ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ മിലിറ്ററി സൈനിക തലത്തിലുള്ള ചർച്ചയായതുകൊണ്ട്, അതായത് സിന്ധു നദീജല കരാർ മരവിപ്പിക്കൽ അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അതേസമയം സൈനികപരമായ ചില കാര്യങ്ങളിൽ ഇന്ത്യ ഇന്നത്തെ ഈ ചർച്ചയിൽ ഒരുപക്ഷെ പാക് അധീന കശ്മീർ വിട്ടു നൽകണം എന്ന ആവശ്യം ഉന്നയിക്കും എന്ന സൂചനകളുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. ഏതായാലും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാരുടെ ചർച്ച ഹോട്ട്ലൈൻ വഴിയുള്ള ചർച്ചയാണ്. ആ ചർച്ച ഉച്ചയ്ക്ക് 12 മണിക്കാണ് നടക്കുക. അനുജ, 12 മണിക്കാണ് ചർച്ച നടക്കാൻ പോകുന്നത്. DGMOമാർ തമ്മിലുള്ള ഹോട്ട്ലൈൻ വഴിയുള്ള ചർച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാകും. അതിനുശേഷം വാർത്താ സമ്മേളനവും ഉണ്ടാകും. ഉച്ചയ്ക്ക് 2:30-ക്കാണ് സേനാ മേധാവികളുടെ വാർത്താ സമ്മേളനം.